ഹായ് ഓൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2025 ഏറ്റവും ലേറ്റസ്റ്റായി ഇറങ്ങി സൽമാൻ ഖാനും രശ്മികയും കാജലൊക്കെ തകർത്തഭിനയിച്ച സിക്കന്ദർ എന്ന് പറയുന്ന മൂവിയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കുക. ഫസ്റ്റ് കാണിക്കുന്ന തന്നെ ഒരു ഫ്ലൈറ്റാണ്. ആ ഫ്ലൈറ്റിലാണെങ്കിൽ അവിടുത്തെ മിനിസ്റ്ററിൻ്റെ മോനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ അടുത്തൊരു ലേഡി ഇരിക്കുന്നുണ്ട്, തൊട്ടടുത്തൊരു കുഞ്ഞു ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ ലേഡിയെ കാണുമ്പോഴത്തേക്ക് അവൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങളെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം, സിനിമയിൽ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ടൈമിൽ ആ ലേഡി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആൾ മാറിയതായിരിക്കും, ഞാൻ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്നിരുന്നാലും ഇവൻ ഉടനെ തന്നെ ഇൻ്റർനെറ്റിലേക്ക് സെർച്ച് ചെയ്യുകയാണ്. ആ ടൈമിലാണ് അവന് മനസ്സിലായത് ഈ ഒരു ലേഡി ഉണ്ടല്ലോ ഒന്ന് രണ്ട് വേണ്ടാത്ത വീഡിയോയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവൻ ആ ലേഡിയോട് പറയുന്നുണ്ട്, നീ ആരാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി, നിന്റെ ഈ വീഡിയോസ് എല്ലാം ഞാൻ കൊച്ചിനെ കാണിക്കട്ടെ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട ആ ലേഡി ഉണ്ടല്ലോ അയാളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഇങ്ങനൊന്നും ചെയ്യരുത്, എൻ്റെ മകൻ ഇതൊന്നും കാണിക്കരുത് എന്ന് പറയുന്നു. ഉടനെ തന്നെ അവൻ കുറേ ഡിമാൻഡ് വെക്കുകയാണ്, ഈ ഫ്ലൈറ്റിൽ കൂടുതലും എൻ്റെ ആൾക്കാരാണ്, ഇവിടെ എന്ത് നടന്നാലും ആരും അറിയത്തില്ല, അതുകൊണ്ട് നീ ഞാൻ പറയുന്നതൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നു. ആ സമയത്താണ് നമ്മുടെ പടത്തിലെ ഹീറോയുടെ എൻട്രി കാണിക്കുന്നത്. പുള്ളിക്കാരൻ നേരെ വന്ന് മിനിസ്റ്ററുടെ മോനെയും ബോഡി ഗാർഡിനെയൊക്കെ എടുത്ത് പഞ്ഞിക്കിടുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ നല്ലൊരു കിടില ഫൈറ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ആ വില്ലനെ, അതായത് ആ മിനിസ്റ്ററുടെ മോനെ കൊണ്ട് അവരുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ സീനും കാണിക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ മിനിസ്റ്ററെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര ദേഷ്യത്തിലാണ്. തൻ്റെ മകനെ അടിച്ച് അവനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്പെക്ടറെ അങ്ങോട്ട് പറഞ്ഞു വിടുന്ന സീനും കാണിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ പോലീസുകാരൻ പോകുന്ന സീൻ കാണിക്കുന്നുണ്ട്. അന്നേരമാണ് അയാൾക്ക് മനസ്സിലാവുന്നത് അതൊരു വീട് മാത്രമല്ല, ഒരു കൊട്ടാരമാണ്, അവിടുത്തെ രാജാവാണ് നമ്മുടെ ഹീറോ. റാണിയായിട്ട് വരുന്നത് നമ്മുടെ രശ്മികയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന പോലീസുകാരുണ്ടല്ലോ ഉടനെ കാണുന്നത് റാണിയാണ്. അന്ന് റാണി പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് നിങ്ങളിവിടെ വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പുരുഷനെ, അതായത് ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. അതിന് റാണി പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ഇതിന് നിങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല, അദ്ദേഹം ഇപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാണും എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഉടനെ തന്നെ തിരിച്ചു പോകാം എന്ന് പറയുന്നു, പക്ഷേ പോകുന്നത് ഇവിടുത്തെ വണ്ടിയിലായിരിക്കണം, പോലീസ് വണ്ടിയിൽ പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. അതെന്താ അങ്ങനെയെന്ന് പറഞ്ഞ് നമ്മുടെ പോലീസുകാരുണ്ടല്ലോ പുറത്തോട്ട് നോക്കുന്ന സീൻ കാണിക്കുന്നു. അപ്പോഴയാൾ ശരിക്കും ഞെട്ടുകയാണ്. അവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് ആ പോലീസ് വണ്ടി മൊത്തം ആക്രമിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ രാജാവിനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആകില്ലെന്ന് പറഞ്ഞ് പോലീസ് വണ്ടിയെല്ലാം തകർക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. ഏറ്റവും ഒടുവിലാകട്ടെ റാണി പറഞ്ഞതുപോലെ ആ ഇൻസ്പെക്ടർ പോകുന്നത് അവിടുത്തെ വണ്ടിയിലായിരുന്നു. അങ്ങനെ സ്റ്റേഷനിൽ ചെന്ന ആ ഇൻസ്പെക്ടർ കാണുന്നത് ഒരുപാട് വലിയ ഉദ്യോഗസ്ഥരുടെ ഇടയ്ക്ക് നമ്മുടെ ഹീറോ ഇരിക്കുന്നതാണ്. ഇൻസ്പെക്ടറെ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ മേലധികാരികളൊക്കെ പറയുന്നുണ്ട്, നീ ആരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോയതെന്ന് പറഞ്ഞ് അയാളെ ക്രൂശിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ അവിടുത്തെ ഇരിപ്പും മട്ടും കണ്ടിട്ട് ഇൻസ്പെക്ടറിന് ഒട്ടും പിടിച്ചില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ളൊരു ദേഷ്യമായിരുന്നു അയാളുടെ ഉള്ളിൽ. ആ ടൈമിൽ ഒരു മേലുദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, സാർ ഉടനെ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകണം, അല്ലെങ്കിൽ ഇവിടെ കൂടിയ ആളുകളൊന്നും തിരിച്ചു പോകില്ല എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം ആ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, എല്ലാവരും കൂടെ ഇയാളെ എന്തിനാണ് ഇത്ര ആരാധിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയെ പറ്റി ഇൻസ്പെക്ടർ അറിയുന്നത്. അതായത് ഒരുപാട് ജനങ്ങൾക്ക് വീടും ഫുഡും എല്ലാം കൊടുക്കുന്ന നമ്മുടെ ഹീറോ ആയിരുന്നു. ആ ടൈമിൽ തന്നെ നമ്മുടെ റാണി ഉണ്ടല്ലോ ഇൻസ്പെക്ടറെ വിളിച്ച് കളിയാക്കുന്ന സീൻ കാണിക്കുന്നു. വേറൊന്നുമല്ല, എന്തായി, എൻ്റെ ഹസ്ബൻഡിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ എന്ന് ചോദിക്കുന്നു. നിങ്ങളെ കൊണ്ടല്ല ആരെ കൊണ്ടും അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും ആ ഇൻസ്പെക്ടറിന് ഭയങ്കരമായിട്ട് ദേഷ്യം കൂടുകയാണ്. കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള പവർ പോലും തനിക്കില്ലല്ലോ എന്നോർത്ത് അയാൾ ദേഷ്യപ്പെടുന്നു. എന്നിട്ട് റാണിയോട് പറയുന്നുണ്ട്, എന്നെങ്കിലും ഒരു ദിവസം ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് അടുത്ത ഷോട്ടിലുണ്ടല്ലോ മിനിസ്റ്ററിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്. ആ ഒരു സെലിബ്രേഷന് ഒരുപാട് ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ആ ഒരു ടൈമിലുണ്ടല്ലോ എല്ലാവരുടെ ഫോണിൽ ഒരു സമയത്ത് നോട്ടീഷൻ വരികയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ഈ വില്ലൻ, അതായത് മിനിസ്റ്റർ മോനെ അടിച്ച വീഡിയോ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വൈറലായിരുന്നു. ഇതുകൂടെ കാണുന്ന നമ്മുടെ മിനിസ്റ്റർ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ്, എത്രയും പെട്ടെന്ന് അവനെ തീർക്കണം എന്നുള്ള ചിന്തയായിരുന്നു നമ്മുടെ മിനിസ്റ്ററിന്. കട്ട് ചെയ്ത് അന്നേ ദിവസം രാത്രി ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ, അതായത് റാണി ഉണ്ടല്ലോ ഹീറോയുടെ ഒരു കാര്യം പറയാൻ വേണ്ടി വരികയായിരുന്നു. അതായത് വേറൊന്നുമല്ല, നമ്മുടെ രാജാവുണ്ടല്ലോ ഒരച്ഛനാവാൻ പോകുന്നു എന്നുള്ള വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ റാണി അങ്ങോട്ട് ചെന്നത്. ആ ടൈമിലാണ് നമ്മുടെ വീടിൻ്റെ പുറത്തുനിന്ന് ആരോ നമ്മുടെ ഹീറോയെ വിളിക്കുന്നുണ്ട്. ഇതാരാണ് ഈ ടൈമിൽ വന്നതെന്ന് പറഞ്ഞ് രാജാവ് എണീച്ചങ്ങോട്ട് പോകുന്ന സീനും കാണിക്കുന്നു. എങ്കിൽ റാണിക്കാകട്ടെ താൻ പ്രഗ്നൻ്റാന്നുള്ള പറയാമെന്ന കാര്യമുണ്ടല്ലോ അത് അവനോട് പറയാനും പറ്റിയിരുന്നില്ല. നമ്മുടെ ഹീറോയ്ക്ക് ഉണ്ടല്ലോ റാണിയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കിടയിലോട്ട് എപ്പോഴും പോകുന്നതുകൊണ്ട് നമ്മുടെ റാണിയെ ഗവനിക്കാൻ നമ്മുടെ ഹീറോയ്ക്ക് ആയിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ വീടിന് പുറത്തോട്ട് പോവുകയാണ്. തന്നെ ആരെ വിളിച്ചല്ലോ അതാരാണെന്ന് അറിയാൻ വേണ്ടി പുറത്തോട്ട് പോകുന്ന സീൻ കാണിക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ രാജാവിൻ്റെ കൊറിയയിലെ മാനേജറായിരുന്നു. അയാൾ അവിടെ നിന്ന് കരയുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. എന്താ കാര്യമെന്ന് നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്. അന്നേരം അയാൾ പറയുന്നുണ്ട്, 40 കിലോ വെടിമരുന്ന് അയാൾ മറ്റൊരാൾക്ക് കാശിന് വേണ്ടി വിറ്റിരുന്നു, നമ്മുടെ ഹീറോ അറിയാതെ തന്നെ. ആ ഒരു വെടിമരുന്ന് വെച്ചാണ് 2 ദിവസം മുമ്പ് പഞ്ചാബിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായിരുന്നു, അതിന് യൂസ് ചെയ്തിരുന്നത്. ശരിക്കും ഇയാൾക്ക് അറിയില്ലായിരുന്നു ഈ വെടിമരുന്ന് കൊണ്ടുപോയത് ഇങ്ങനെയുള്ള ദുർവിനിയോഗത്തിന് വേണ്ടിയായിരുന്നു എന്ന്. ഇത് കേട്ട ഹീറോ അവനോട് ചൂടാകുകയാണ്. വേറൊന്നുമല്ല, നീ ഒരു ചെയ്ത തെറ്റിന് എത്ര പേരെ ജീവനാണ് നഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുന്നു. കട്ട് ചെയ്ത് അടുത്ത ഷോട്ടിൽ നമ്മുടെ മിനിസ്റ്ററെ കാണിക്കുകയാണ്. പുള്ളിക്കാരന് നമ്മുടെ ഹീറോയോട് ഭയങ്കര ദേഷ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ആ കൊറിയയിലെ മാനേജർ അയാളെ കൊന്നു കഴിഞ്ഞാൽ ഈ കേസ് മൊത്തം നമ്മുടെ ഹീറോയുടെ തലയിലോട്ട് വന്ന് വീഴും. ഇതറിയ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ നേരെ കൊറിയയിലോട്ട് പോകുന്ന സീൻ കാണിക്കുന്നുണ്ട്. നായകൻ്റെ തൊട്ട് പിന്നാലെ കാറിനകത്ത് നമ്മുടെ ഹീറോയിനും വരുന്നു.
ഹീറോ അവിടെ ചെന്നിട്ട് നമ്മുടെ ആ മാനേജർ രക്ഷിക്കുന്ന സീൻ കാണിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയിനും അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്. അങ്ങനെ സ്റ്റണ്ടെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്താണ് അവിടെ ഒരു ബോംബ് പൊട്ടിത്തെറിക്കുന്നത്. അതായത് ആ സ്റ്റണ്ടിനിടയ്ക്ക് തന്നെ ആ ക്രിമിനൽസ് ഉണ്ടല്ലോ അവിടെ ബോംബ് വെച്ചിരുന്നു. അതിലൊരു പാർട്സ് നമ്മുടെ ഹീറോയുടെ ദേഹത്തൊന്ന് കൊള്ളുന്നും കാണിക്കുന്നു. പക്ഷേ ഇത്ര കഴിഞ്ഞിട്ട് നമ്മുടെ റാണിക്കോ രാജാവിനോ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണിച്ചില്ല. അതുകൊണ്ടാവും നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ആ മാനേജറെ കൂട്ടി വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. എന്നിട്ട് നമ്മുടെ റാണി ഉണ്ടല്ലോ മറ്റേ കാറിൽ വീട്ടിലയക്കുന്ന സീനും കാണിക്കുന്നു. റാണി ഒറ്റയ്ക്ക് അയച്ചത് വേറൊന്നുമായിരുന്നില്ല. 2 ദിവസം കോർട്ട് അവധിയാണ്. തിങ്കളാഴ്ച അദ്ദേഹത്തെ, അതായത് ആ മാനേജറിന്റെ കോർട്ടിൽ സബ്മിറ്റ് ചെയ്തതിനു ശേഷം റാണിയെ വന്ന് കണ്ടോളാം എന്നായിരുന്നു മറുപടി. പക്ഷേ ആ പോകുന്നിടയ്ക്ക് തന്നെ റാണിക്ക് ബോധം നഷ്ടപ്പെടുകയും അവളെ ഹോസ്പിറ്റലിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ റാണിയെ കാണാൻ വേണ്ടി മൺഡേ രാവിലെ തന്നെ നമ്മുടെ ഹീറോ അങ്ങോട്ട് പോകുന്ന സീൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും ജനങ്ങളെല്ലാം കൂടെ രാജാവിനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കരയാണ്. വേറൊന്നുമല്ല, റാണി മരിച്ചിരുന്നു. എന്താ അവിടെ നടക്കുന്നതെന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഒട്ടും മനസ്സിലായിരുന്നില്ല. കാര്യം അന്ന് രാത്രി വലുതായിട്ട് ആക്സിഡൻ്റ് ഒന്നും നടന്നതായിട്ട് അവന് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവളെ ഒറ്റയ്ക്ക് വിട്ടതും. അങ്ങനെ എല്ലാ സങ്കടവും ഉള്ളിൽ നോക്കി നമ്മുടെ ഹീറോ ഉണ്ടല്ലോ റാണിയെ കാണാൻ വേണ്ടി പോകുന്ന സീനുണ്ട്. ആ ടൈമിൽ അവളുടെ PA അവളുടെ ഫോൺ കയ്യിലോട്ട് കൊടുക്കുന്നു. ആ ടൈമിൽ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ റാണി അയച്ച മെസ്സേജ് എല്ലാം കണ്ട് കരയുകയാണ്. താൻ പ്രഗ്നൻ്റ് ആണെന്നും അത് പറയാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തെന്നൊക്കെ ആയിരുന്നു ആ മെസ്സേജ്. ആ ടൈമിൽ നമ്മുടെ ഹീറോ എടുത്തുനിന്ന് ഡോക്ടർ പറയുന്നുണ്ട്, റാണിയുടെ ഓർഗൻസ് എല്ലാം ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങളെല്ലാ പ്രൊസീജിയറും ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു. ഇതിന് ഓക്കെ നമ്മുടെ ഹീറോ പറയുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു പോയി. നമ്മുടെ ഹീറോ ഇപ്പോൾ ഒന്നിലും ആക്റ്റീവ് അല്ല. പുള്ളിക്കാരൻ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ ഡോക്ടർ ഉണ്ടല്ലോ ആ ഓർഗൻസ് എല്ലാം ഡൊണേറ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ, ആ ഡോക്യുമെൻറ്റ്സ് എല്ലാമായിട്ട് നമ്മുടെ രാജാവിനെ കാണാൻ വേണ്ടി വരുന്നു. എന്നിട്ട് അയാൾക്ക് കൊടുത്തിട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്തിട്ട് നമ്മുടെ ഹീറോ നോക്കിയാണ്. എന്നിട്ട് ചെറിയൊരു സന്തോഷമുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഹീറോയിൻ്റെ ഓർഗൻസ് എല്ലാം പലരുടെ ദേഹത്ത് ഇരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവൾ പൂർണ്ണമായും മരിച്ചില്ല എന്ന് അയാൾ ചിന്തിച്ചു. അതായത് നമ്മുടെ റാണിയുടെ കണ്ണും ലെൻസും ഹാർട്ടും 3 പേർക്ക് ഡൊണേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഹീറോയിൻ മരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ഇവർ 3 പേര്, അതായത് ഈ 3 പേർക്ക് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അവർ 3 പേരെയും കാണാൻ വേണ്ടി മുംബൈയിലോട്ട് പോകുന്ന സീൻ കാണിക്കുന്നു. ആ ടൈമിൽ അവൻ്റെ കൂടെയുള്ള ആൾക്കാരും പറയുന്നുണ്ട്, ഞങ്ങളുടെ റാണിയെ ഞങ്ങളും ജീവനോടെ കാണണം, ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ നേരെ മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയാണ്. അവിടെ നിന്നൊരു ടാക്സി പിടിച്ച് ആദ്യം തന്നെ തൻ്റെ ലെൻസ് കൊടുത്തില്ല ഒരു കുട്ടിയെ, അവനെ കാണാൻ വേണ്ടിയായിരുന്നു നമ്മുടെ രാജാവിൻ്റെ നീക്കം. നമ്മുടെ ഹീറോയുടെ കൂടെ വരുന്ന ആൾക്കാരെ കണ്ടപ്പോഴത്തേക്ക് ആ ടാക്സിക്കാരൻ കളിയാക്കിയാണ്. വേറൊന്നുമല്ല, അവരുടെ ഡ്രസ് കോഡ് കണ്ടിട്ടാണ് അയാൾ കളിയാക്കുന്നത്. സംഭവം രാജാവാണെന്നും ഇയാൾ വലിയ ഹീറോ ആണെന്നും ഈ പാവം പിടിച്ചവൻ അറിയില്ലല്ലോ. പക്ഷേ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ വെറും ശാന്തനായി അയാളുടെ കൂടെ ആ കൊച്ചിനെ കാണാൻ പോകുന്ന സീൻ കാണിക്കുന്നു. കമൽ എന്ന് പറഞ്ഞ പയ്യനെ കാണാൻ വേണ്ടിയായിരുന്നു നമ്മുടെ ഹീറോ പോയത്. അവന് അച്ഛനും അമ്മയും ആരും തന്നെ ഇല്ലായിരുന്നു. അവനെ ആ ഒരു അവസ്ഥയെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര സാഡാകുകയാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരുന്നു, നിനക്ക് നല്ല ഫുഡും ഭക്ഷണവും ഡ്രസ്സും എല്ലാം ഞാൻ വാങ്ങിത്തരാം എന്ന് പറയുന്നു. ആ ടൈമിൽ നമ്മുടെ കമൽ പറയുന്നുണ്ട്, എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് എല്ലാവർക്കും മേടിച്ച് തരാമെങ്കിൽ ഞാനും വരാം സാറേ എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവിടുത്തെ എല്ലാ പിള്ളേരെയും മേടിച്ചുകൊണ്ട് ഒരുപാട് ഫുഡും ഡ്രസ്സും എല്ലാം മേടിച്ച് കൊടുക്കുന്ന സീൻ കാണിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഹീറോയോട് ആ ലേഡി വന്ന് പറയുന്നുണ്ട്, ഇവിടുത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ലെങ്സിന് അസുഖം വരാൻ കാര്യം വേറൊന്നുമല്ല, ഇവിടെ കുറേ ഗുണ്ടകൾ ചവറ് കൊണ്ടിട്ട് കത്തിക്കുന്നുണ്ട്, ഈ വേസ്റ്റ് എല്ലാം ശ്വസിച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ലെൻസ് കംപ്ലൈൻ്റ് ആവുന്നു എന്ന് അയാളോട് കംപ്ലൈൻറ്റ് പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരണേ എന്ന് ആ ലേഡി പറയുന്നുണ്ട്. ഇത് കേട്ട നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്നു. കട്ട് ചെയ്ത് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് നമ്മുടെ റാണി ഡൊണേറ്റ് ചെയ്ത കണ്ണില്ലേ, ആ കണ്ണ് കൊടുത്ത ലേഡിയെ കാണാൻ വേണ്ടിയാണ്. ആ ലേഡിയാണ് കാജൽ, അവളുടെ പേര് വൈദേഹി എന്നായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ടും ഹീറോ ആരാണെന്നോ എന്തിനു വേണ്ടിയാണോ താൻ ഇവിടെ വന്നതെന്നൊന്നും ആരോടും പറഞ്ഞിരുന്നില്ല. ആ ടൈമിലാണ് വൈദേഹിയുടെ കണ്ണ് ഓപ്പറേഷന് വേണ്ടി സ്വന്തം താലിമാല പണയം വെച്ചിട്ടാണ് ആ ഓപ്പറേഷൻ നടത്തിയത് നമ്മുടെ ഹീറോ അറിയുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് ക്യാഷ് ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ആ ഒരു താലിമാല തിരിച്ചെടുത്ത് കൊടുത്തിട്ട് പോകുന്ന സീൻ കാണിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എന്ത് കാരണവശാലും ഒരിക്കലും താലിമാല വിൽക്കരുത് അല്ലെങ്കിൽ പണയം വെക്കരുത് എന്ന് പറയുന്നു. അങ്ങനെ അവിടുന്ന് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് നിഷ എന്ന് പറഞ്ഞ ലേഡിയെ കാണാൻ വേണ്ടിയാണ്. നമ്മുടെ റാണിയുടെ ഹാർട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ലേഡിക്ക് വേണ്ടിയായിരുന്നു. ആ ടൈമിലാണ് നമ്മുടെ ഹീറോ അറിയുന്നത് ഹാർട്ട് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിരുന്നെങ്കിലും അവളുടെ ബോഡി ഇപ്പോഴും വീക്കായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ഈ ഒരു ലേഡിക്ക് വേണ്ടിയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന സീനും കാണിക്കുന്നു. അങ്ങനെ ആ പോകുന്ന വഴിക്കായിരുന്നു നമ്മുടെ മിനിസ്റ്റർ റിലീഫ് ആദ്യം കാണിച്ച് പുള്ളിക്കാരൻ്റെ ഒരു മാനാട് കിടക്കുന്നത്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ വെച്ച് നമ്മുടെ ഹീറോ കാണുന്ന നമ്മുടെ മിനിസ്റ്റർ ഉണ്ടല്ലോ മോനോട് പറയുകയാണ്, ഇത് നല്ല സമയമാണ്, എത്രയും പെട്ടെന്ന് അവൻ എങ്ങ് തീർത്തേക്കൂ എന്ന് പറഞ്ഞ് മോനെ പറഞ്ഞു വിടുന്ന സീനും കാണിക്കുന്നു. ഇവർ ചെയ്ത് വരുന്നത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി. എങ്കിലും അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മുടെ ഹീറോ റെഡി ആയിരുന്നില്ല. കാര്യം വേറൊന്നുമല്ല, എന്തിനു വേണ്ടിയാണ് രാജാവ് ഇവിടെ വന്നതെന്ന് വേറെ ആർക്കും അറിയില്ല. അറിഞ്ഞാൽ തന്നെ അവർക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഹീറോ നേരിട്ട് പിന്മാറി പോകുന്നത്. അങ്ങനെ ആ ഒരു ചേസിങ്ങിനിടയ്ക്ക് വെച്ച് നമ്മുടെ മിനിസ്റ്റർ മോനുണ്ടല്ലോ ഇവൻ്റെ കാറിലേക്ക് ഒരു വെടികൊണ്ടെടുത്ത് എറിയുകയാണ്. പക്ഷേ അത് എങ്ങനെയോ റിട്ടേൺ വന്ന് ഇവൻ്റെ കാറിൽ തന്നെ വീണ് ആ മിനിസ്റ്റർ മോൻ സ്പോട്ടി മരിക്കുന്ന സീനും കാണിക്കുന്നു. ഈ ഒരു സീനെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോ നേരെ നാട്ടിലോട്ട് പോകാൻ പോകുന്ന സീൻ കാണിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഹീറോയ്ക്ക് ഒരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ഒരുത്തന്നെ അവിടെ നിർത്തിയിട്ടാണ് നമ്മുടെ ഹീറോ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയത്.
കട്ട് ചെയ്ത് അടുത്ത സീനിൽ നമ്മൾ ആദ്യം കാണിച്ചില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, അയാൾ നേരെ കൊട്ടാരത്തിലോട്ട് പോവുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവനെവിടെ, എനിക്ക് അവനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നു. ആ ഒരു ടൈമിൽ അവിടുത്തെ സ്റ്റാഫ് പറയുകയാണ്, എൻ്റെ മുതലാളി ഒരിക്കലും അങ്ങനൊന്നും ചെയ്യത്തില്ല, അദ്ദേഹം റാണി ഡൊണേറ്റ് ചെയ്ത ഓർഗൻസ് കൊടുത്ത ആളുകളെ കാണാൻ വേണ്ടി പോയിരിക്കുക എന്നുള്ള കാര്യം പറയുന്നു. അപ്പോഴാണ് ഈ കാര്യം ആ പോലീസുകാരനും മിനിസ്റ്ററും എല്ലാവരും അറിയുന്നത്. ഉടനെ തന്നെ മിനിസ്റ്റർ അവനെ ഫോൺ ചെയ്ത് പറയുകയാണ്, നിന്റെ റാണിയുടെ, അതായത് നിന്റെ വൈഫിൻ്റെ ഓർഗൻസ് എല്ലാം ഉള്ള ആൾക്കാരെ എല്ലാവരും ഞാൻ നശിപ്പിക്കും എന്ന് പറയുന്നു. ഇത് കേട്ട ഹീറോയ്ക്ക് പിന്നെ തിരിച്ചു പോകാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് നേരെ നാട്ടിലോട്ട് വരികയാണ്. ആദ്യം തന്നെ നമ്മുടെ പയ്യനില്ലേ ആ ലെൻസിൻ്റെ, ആ പയ്യൻ്റെ ഏരിയയിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ ചേർത്ത് അവിടെ പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുന്നത് കാണുന്നു. ഉടനെ തന്നെ ഹീറോ അവരെ എല്ലാം അടിച്ച് നിലമ്പാക്കുന്ന സീനാണ് കാണിക്കുന്നത്. ഇനി ഒരുത്തം പോലും ഇവിടെ വരികയോ ഇവിടുത്തെ ചവറിട്ട് കത്തിക്കുകയോ പാടില്ല, എല്ലാത്തിനെയും ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും വിരട്ടി ഓടിച്ച് ആ സ്ഥലം നമ്മുടെ ഹീറോ സ്വന്തമാക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ ഉണ്ടല്ലോ നേരെ വൈദേഹി കാണാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അവൾ അവിടെ വീട്ടിലില്ലായിരുന്നു. വേറൊന്നുമല്ല, കല്യാണം കഴിഞ്ഞ വീട്ടിൽ നിന്ന് ആരും ജോലിക്ക് പോകുന്നത് അവിടുത്തെ കാരണവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ വീട്ടിൽ നിന്ന് അടിയിട്ട് കരഞ്ഞ് സ്വന്തം വീട്ടിലോട്ട് വരുന്ന സീനാണ് കാണിക്കുന്നത്. അവിടെ ചെന്ന് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവളോട് പറയുന്നുണ്ട്, ഒരിക്കലും വീട്ടിൽ നിന്ന് അടിയിട്ട് കരയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിതെല്ലാം പറഞ്ഞ് ശരിയാക്കാം എന്ന് അവളോട് വാക്ക് പറഞ്ഞിട്ടാണ് ഹീറോ അവിടുന്ന് പോകുന്നത്. അങ്ങനെ ഇരിക്കെ അടുത്ത സീനിലുണ്ടല്ലോ മിനിസ്റ്റർ ഉണ്ടല്ലോ ആ കോറി മാനേജറെ കൊല്ലുകയാണ്. കൊല്ലുന്നതിന് തൊട്ട് മുമ്പായിട്ട് അയാളെ കൊണ്ട് ഇതിനെല്ലാം കാരണം നമ്മുടെ ഹീറോ ആണെന്ന് പറയുന്ന ഒരു വീഡിയോ എടുക്കുന്നു. എന്നിട്ട് ആത്മഹത്യ എന്നുള്ള രീതിയിൽ അയാളെ കെട്ടി തൂക്കുന്ന സീൻ കാണിക്കുന്നു. എന്നിട്ട് ഈ കേസ് എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഹീറോ വാണ്ടഡ് ലിസ്റ്റിൽ പെടുത്തുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ മിനിസ്റ്ററുടെ ചതിയിലൂടെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ പിടികിട്ടാ പുള്ളി എന്നുള്ള രീതിയിൽ ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇതൊന്നും അറിയാം നമ്മുടെ ഹീറോ ഉണ്ടല്ലോ നിഷയെ കാണാൻ വേണ്ടി വരുന്ന സീനുണ്ട്. അന്നേരം അവരുടെ വീട്ടുകാർ പറയുന്നുണ്ട് അവൾക്കൊരു പയ്യനുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, അവൻ ബ്രേക്കപ്പിന് ചെയ്ത ശേഷമാണ് നമ്മുടെ മോക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും അവൻ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട ഹീറോ അച്ഛനോട് പറയുന്നുണ്ട് എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ ചെറുക്കനെ കാണാൻ വേണ്ടി പോകുന്ന സീൻ കാണിക്കുന്നുണ്ട്. എത്ര പറഞ്ഞിട്ട് അവൻ ഈ ഹീറോ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് അവളെ വേണ്ട, ഇതൊക്കെ പറയാൻ നീ ആരാണെന്ന് ചോദിച്ച് നമ്മുടെ ഹീറോയുടെ ചൂടാവുന്നുണ്ട്. ആ ടൈമിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അത് വേറെ ആരുമല്ല, അയാളുടെ അങ്കിളായിരുന്നു ആ പയ്യൻ്റെ. പക്ഷേ നമ്മുടെ ഹീറോ കണ്ടപ്പോഴത്തേക്കും അയാൾ ശരിക്കും ഞെട്ടുകയാണ്. പോലീസ് തിരയുന്ന ക്രിമിനലാണെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ നേരെ അടിക്കുന്ന സീൻ കാണിക്കുന്നു. നമ്മുടെ ഹീറോ അടി കൊണ്ടാൽ പിന്നെ ചുമ്മാ ഇരിക്കത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവനെയും ആ പോലീസുകാരനെ എല്ലാം എടുത്തിട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈദേഹിയുടെ വീട്ടിൽ ഈ വാണ്ടഡ് ഫോട്ടോ എത്തുന്നത്. ഇത് കണ്ട ഉടനെ അവിടെ എല്ലാവരും ഞെട്ടുകയാണ്, ഇയാളൊരു ക്രിമിനലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. ആ ടൈമിൽ വൈദേഹിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇവൻ ആരാണെന്നും എല്ലാം എനിക്കറിയാം, അങ്ങനെ ഇയാൾ രാജാവാണെന്നും ഇയാളുടെ രാജ്ഞിയുടെ, അതായത് ഇയാളുടെ റാണിയുടെ കണ്ണുകളാണ് നമ്മുടെ മോക്ക് കിട്ടിയതെന്നും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ആ അച്ഛൻ അവരോട് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ അറിയുമ്പോഴത്തേക്കും വൈദേഹിയും ആ കുടുംബവും എല്ലാം രാജാവിന് കടപ്പെട്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അടുത്ത് നേരെ പോകുന്ന ആ പയ്യനെ കാണാൻ വേണ്ടിയാണ്. അപ്പോഴാണ് ആ പയ്യന് വീണ്ടും ലെൻസിന് അസുഖം കൂടിയെന്നറിയുന്നത്. കാര്യം വേറൊന്നുമില്ല, ആ വിരാട് എന്ന് പറഞ്ഞ പൊളിറ്റീഷ്യനാണ് ആ ഏരിയ കൂടുതലും ഈ ചപ്പും ചവറും കൊണ്ടിട്ട് കത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനെ എതിർക്കാൻ അവിടെ എല്ലാവർക്കും പേടിയായിരുന്നു. പക്ഷേ നമ്മുടെ ഹീറോയ്ക്ക് ആരെയും പേടിയില്ലാത്തതുകൊണ്ടായിരിക്കും എല്ലാത്തിനും തല്ലി ഒടിക്കാൻ സീൻ കാണിക്കുന്നു. അങ്ങനെ ആ ഒരു പൊളിറ്റീഷ്യൻ ചോദിച്ച പണം എല്ലാം കൊടുത്ത് തന്നെ ആ ഏരിയ മൊത്തം നമ്മുടെ ഹീറോ സ്വന്തമാക്കി. എന്നിട്ട് അവിടെ വൃത്തിയാക്കുന്ന സീനും കാണിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ ലെൻസ് ഇരിക്കുന്ന കമലിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ഹീറോ ശ്രമിക്കുന്നുണ്ട്. ആ ടൈമിൽ അവൻ പറയുന്നുണ്ട് എന്നെപ്പോലെ ഒരുപാട് പേർക്ക് ഇതേപോലെ അസുഖമുണ്ട്, എല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മാത്രമേ ഞാനും വരത്തുള്ളൂ എന്ന് പറയുന്നു. ഹീറോ ആകട്ടെ ഇത് കേട്ട ഉടനെ അവിടെയുള്ള എല്ലാ പിള്ളേരെയും നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന സീനും കാണിക്കുന്നു. ആ ടൈമിലുണ്ടല്ലോ ആ പയ്യൻ വിചാരിക്കുന്നത് അത് തൻ്റെ അച്ഛനാണെന്നാണ്, അതുകൊണ്ടാണ് തനിക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോഴാണ് ഹീറോ ആരാണെന്നും ആരുടെ ലെൻസാണ് തനിക്ക് കിട്ടിയെന്നൊക്കെ ആ പയ്യനും എല്ലാവരും അറിയുന്ന സീൻ കാണിക്കുന്നത്. കട്ട് ചെയ്ത് അടുത്ത സീനിൽ നിഷയെ കാണിക്കുന്നുണ്ട്. നിഷയുടെ ബോയ് ഫ്രണ്ട് വന്ന് അവളോട് ഭയങ്കര വഴക്കിടുകയാണ്, നീ എന്നെ തല്ലാൻ വേണ്ടി ആളെയൊക്കെ വിട്ടു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിഷയ്ക്ക് ഭയങ്കര ദേഷ്യം തോന്നുകയാണ് നമ്മുടെ ഹീറോയോട്. എന്നിട്ട് നമ്മുടെ ഹീറോ വരുമ്പോഴത്തേക്ക് അവനോട് ഷൗട്ട് ചെയ്യുന്ന സീനും കാണിക്കുന്നു. ഈ ടൈമിൽ നിഷയുടെ അച്ഛനുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും അവളോട് പറയുന്ന സീനാണ് കാണിക്കുന്നത്. ഇത് കേട്ട് അവൾ ഭയങ്കരമായിട്ട് കരയുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ റാണിയുടെ ലെൻസ് കൊടുത്ത പയ്യൻ ഇപ്പോൾ ഹോസ്പിറ്റലാണെന്നും അവൻ എനിക്ക് കാണണമെന്നും പറഞ്ഞ് ആ ലേഡി ഉണ്ടല്ലോ അവൻ്റെ കൂടെ പോകുന്ന സീനും കാണിക്കുന്നു. അങ്ങനെ എല്ലാം ഒരുവിധം ഓക്കെ ആയിട്ട് വരുന്ന സമയത്താണ് മിനിസ്റ്റർ ഇടപെടുന്നത്. മിനിസ്റ്റർക്ക് ഈ 3 പേരെ കൊന്നു തന്നെ ആവണം. അങ്ങനെ ആദ്യം വൈദേഹി കൊല്ലാൻ വേണ്ടി കുറേ ആളുകൾ വിടുന്നുണ്ട്. ഇതെങ്ങനെയാണ് മനസ്സിലാക്കി അവർ അച്ഛനുണ്ടല്ലോ നേരെ നമ്മുടെ ഹീറോ ഉള്ള ആശുപത്രിയിലോട്ട് പോകുന്ന സീനും കാണിക്കുന്നു. ഇപ്പോഴാകട്ടെ വൈദേഹിയും നിഷയും ആ പയ്യനും എല്ലാവരും ആ ഹോസ്പിറ്റലാണ്. ഇതറിയുന്ന മിനിസ്റ്റർ ഉണ്ടല്ലോ എല്ലാവരെയും ഒരിടത്ത് കിട്ടിയത് കാര്യമായി, എല്ലാത്തിനെയും ഇപ്പം തന്നെ കൊന്നേക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന സീൻ കാണിക്കുന്നു. അങ്ങനെ ആദ്യം മിനിസ്റ്റർ വരുന്നില്ല, കുറേ പടയാളികളാണ് വരുന്നത്. എല്ലാത്തിനും നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അടിച്ച് നിലം പരിസാക്കുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ സ്റ്റണ്ടെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോ നേരെ വില്ലനെ കാണാൻ വേണ്ടി പോവുകയാണ്. അതായത് മിനിസ്റ്ററെ കാണാൻ വേണ്ടി അങ്ങോട്ട് മിനിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. അവിടെ നമ്മുടെ മിനിസ്റ്റർ ഉണ്ടല്ലോ ഒരു തോക്കൊക്കെ ആയിട്ട് നമ്മുടെ വില്ലനെ കൊല്ലാൻ വേണ്ടി, നമ്മുടെ നായകനെ കൊല്ലാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. എത്ര വെടിവെച്ചിട്ടും നമ്മുടെ ഹീറോയുടെ ദേഹത്തൊന്ന് കൊള്ളിക്കാൻ പോലും നമ്മുടെ മിനിസ്റ്റർ ആകുന്നില്ല. അങ്ങനെ അവിടെ ഇട്ട് മിനിസ്റ്ററെ പഞ്ഞിക്കിടുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. എങ്കിലും നമ്മുടെ മിനിസ്റ്ററെ ഒന്നും തന്നെ നമ്മുടെ ഹീറോ ചെയ്യുന്നില്ലായിരുന്നു. എന്നിട്ട് അയാളോട് പറയുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ എന്നെ ഇപ്പോൾ കൊല്ലാം, അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ രാഷ്ട്രത്തിലും കയറാം, MLA യോ MP യോ എന്ത് വേണമെങ്കിലും ഞാൻ വിചാരിച്ചാകാം, എന്നെ ഇതിനകത്തോട്ടൊന്നും വലിച്ചടക്കില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന സീൻ കാണിക്കുന്നു. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ പയ്യൻ്റെ ഓപ്പറേഷനെ കഴിഞ്ഞ് അവൻ ഓക്കെ ആയിരുന്നു.
അങ്ങനെ എല്ലാം ഓക്കെ ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യം കാണിച്ചില്ല ആ ഇൻസ്പെക്ടർ ഇപ്പോഴെങ്കിലും എനിക്ക് ഇവനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ആ ഹോസ്പിറ്റലിലോട്ട് വരുന്ന സീൻ കാണിക്കുന്നു. കാര്യം വേറൊന്നുമല്ല, ഇത് അവൻ്റെ നാടല്ലല്ലോ, അതുകൊണ്ട് ആളുകളാരും ഇവനെ സംരക്ഷിക്കാൻ വരത്തില്ലെന്നായിരുന്നു വിചാരം. സോഷ്യൽ മീഡിയ വഴി ഇവൻ ആരാണെന്നും എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നതെന്നുള്ള കാര്യങ്ങൾ എല്ലാ ജനങ്ങളും അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിന് ചുറ്റും ഫുള്ള് ജനങ്ങളായിരുന്നു. അവിടെ വെച്ച് ആ പോലീസുകാരന് മനസ്സിലായി ഇവനെ ഒരിക്കലും തനിക്ക് അറസ്റ്റ് ചെയ്യാൻ വഴിയില്ലെന്ന്. ഈ ഒരു സീനോട് കൂടി ഇവിടെ മൂവി അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് എന്തൊക്കെയായാലും താഴെ മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.